ഹായ് സ്റ്റുഡൻസ്, മാനേജറിയൽ എക്കണോമിക്സിലെ മൊഡ്യൂൾ 2 ആണ് എടുക്കുന്നത്. അപ്പോൾ ഡിമാൻഡ് ആൻഡ് യൂട്ടിലിറ്റി ആണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഫസ്റ്റ് ഡിമാൻഡാണ്. എന്താണ് ഡിമാൻഡ്? അതായത് ഒരു കൺസ്യൂമർ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യുന്ന സമയത്ത് അതിനയാൾക്ക് എബിലിറ്റി ഉണ്ടോ, വില്ലിങ്നെസ് ടു പേ, അതായത് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനൊരു ആഗ്രഹം ഉണ്ടോ, അങ്ങനെ വരുമ്പോഴാണ് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേൽ ഡിമാൻഡ് ഉണ്ടാവുന്നത്. അതാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഈ ഒരു 3 പോയിന്റ്സ് പഠിച്ചാൽ മതി. ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് എലാബറേറ്റ് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഡിമാൻഡ് ആയിട്ട് പറയുന്നത്. അപ്പോൾ മീനിങ് ഓഫ് ഡിമാൻഡ്. എന്താണ് ഡിമാൻഡ്? അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് പല പീരീഡ് ഓഫ് ടൈമിലും പല സമയങ്ങളിലും പല പ്രൈസ് ആയിരിക്കും. മേ ബി അത് ഇൻക്രീസ് ആവാം അല്ലെങ്കിൽ ഡിക്രീസ് ആവാം. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിന് ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു കൺസ്യൂമർ ആ ഒരു പ്രൊഡക്റ്റിനെ ബൈ ചെയ്യാൻ വില്ലിങ്നെസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൺസ്യൂമർ ഏതൊരു പീരീഡ് ഓഫ് ടൈമിലും ആ ഒരു പ്രൊഡക്റ്റിനെ തേടി വന്ന് വാങ്ങിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേൽ ഡിമാൻഡ് ഉണ്ട് എന്നാണ് പറയണത്. അപ്പോൾ അതാണ് ഡിമാൻഡ് എന്ന് പറയണത്. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു പെന്ന് വാങ്ങുകയാണ്. ഈ പെന്ന് നമുക്കിവിടെ ആവശ്യകത, പെന്ന് നമുക്ക് എന്തുകൊണ്ടാണ് ആവശ്യകത ഈ വരുന്നത്? ഒരു വൈറ്റ് പേപ്പറിൽ നമുക്ക് ആ പെന്ന് കൊണ്ടത് എഴുതാൻ പറ്റുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്താണ് പെന്നിൻ്റെ ഉപയോഗം അവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു അപ്പോൾ പെന്നിന് നമുക്ക് അവിടെ ഡിമാൻഡ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരു കൺസ്യൂമർ ആ ഒരു പെന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഈ ചേഞ്ചസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഓരോ പീരീഡ് ഓഫ് ടൈമിലും അത് ഇൻക്രീസ് ആവാം അല്ലെങ്കിൽ ഡിക്രീസ് ആവാം. അത് ഓരോ പീരീഡിനനുസരിച്ചുകൊണ്ട് അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലുള്ള പ്രൈസ് ചേഞ്ച് ആവുന്നത് പല ഫാക്ടേഴ്സ് കൊണ്ടാണ്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഡിറ്റർമിനൻസ് ആണ്. അപ്പോൾ അത് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു ഷോപ്പിൽ പോയിട്ട് പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ അയാളൊരു പ്രൊഡക്റ്റ് ഇപ്പോൾ മേ ബി ചില കൺസ്യൂമേഴ്സ് ഒന്നും ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് വാങ്ങണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ഫാൻസിക്കോ അല്ലെങ്കിൽ ഒരു ഷോപ്പൊക്കെ പോകൂല. മേ ബി പല കൺസ്യൂമേഴ്സും പല ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അവർ മേ ബി അത് കാണുമ്പോൾ അത് ഇഷ്ടപ്പെട്ട് വാങ്ങണവരും അത് വാങ്ങണമെന്ന് വിചാരിച്ചുകൊണ്ട് പോയി വാങ്ങണവരും, അങ്ങനെ പല ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഒരു കൺസ്യൂമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് എന്തൊക്കെ ഫാക്ടേഴ്സാണ് അതിനെ എഫക്റ്റ് ചെയ്യുന്നത്? ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് ആ ഒരു കൺസ്യൂമറിന് എന്തൊക്കെ കാര്യങ്ങളാണ് അതിലൂടെ അയാളെ എഫക്റ്റ് ചെയ്യണത് എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി. അതായത് ഇവിടെ കാണിക്കുന്നത് നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്. അതായത് ഒരു കൺസ്യൂമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിലോട്ട് കയറുമ്പോൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക? ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ പ്രൈസ് നോക്കും. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ബൈ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കൺസ്യൂമർ ആ ഒരു പ്രൊഡക്റ്റ് നോക്കുന്ന സമയത്ത് അതിൻ്റെ പ്രൈസ് ഹൈ ലെവലിൽ നിൽക്കുകയെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് വളരെ കുറയും. കാരണം കൺസ്യൂമേഴ്സ് ഇത് വാങ്ങാൻ താല്പര്യപ്പെടില്ല. കാരണം അത്രക്കും അഫോർഡ് ചെയ്യാൻ ഇല്ലാത്തത് കാരണം അവരത് വാങ്ങൂല. മറിച്ച് ആ ഒരു പ്രൈസ് വളരെ ചെറിയ ഡിക്രീസ് ആയി വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി എന്താകും, നല്ല രീതിയിലോട്ട് ഹൈ ആയി നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് ഇവിടെ കാണിക്കുന്നത്. അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് ഇൻകം ഓഫ് എ കൺസ്യൂമർ. അതായത് ഒരു കൺസ്യൂമർ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്? അവർ എത്രത്തോളം ഇൻകം ഏൺ ചെയ്യണു അതിൻ്റെ ബേസിലാണ്. അതായത് ഒരു പേഴ്സണ് നല്ല രീതിക്ക് ഹൈ ലെവലിൽ ഇൻകം ഏൺ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കും. കാരണം അവർ ഒരു ഹൈ ലെവൽ പ്രൈസിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ അവർക്ക് യോഗ്യത ഉണ്ടാവും. കാരണം അതിനുള്ള ഇൻകം ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. അതായത് ഒരു കൺസ്യൂമറിൻ്റെ ഇൻകം അത്യാവശ്യം നല്ല രീതിക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും അവരുടെ ലൈഫ് സ്റ്റൈൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഡിമാൻഡും സ്വാഭാവികമായിട്ടും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ പറയണത് ഇൻകം കൂടുമ്പോൾ അതിൻ്റെ ഡിമാൻഡും കൂടിക്കൊണ്ട് നിൽക്കണം. പക്ഷേ ചില കേസുകളിൽ ഈ ഇൻകം ഓഫ് എ കൺസ്യൂമറിൻ്റെ കേസിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പും കാണാറുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇൻകം കൂടുന്ന സമയത്ത് അതിൻ്റെ ഡിമാൻഡ് കുറയുന്ന സമയങ്ങളുണ്ട്.
അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാണ്, ഈ ഇൻഫീരിയർ ഗുഡ്സ് എന്ന സംഭവമുണ്ട്. ഈ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പായിട്ടുള്ള ഗുഡ്സിനെയാണ് നമ്മൾ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗിഫൺ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ ചില സമയത്ത് ഇവർക്ക് ഇൻകം കൂടുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും, ഈ ഒരു ഗിഫൺ ഗുഡ്സിനെ അവർ ഷിഫ്റ്റ് ചെയ്യും, വേറൊരു ഗുഡ്സിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പുറത്തുള്ള രാജ്യത്തൊക്കെ, ഇപ്പോൾ അമേരിക്ക, ലണ്ടൻ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അവിടുത്തെ ബേസിക് ആയിട്ട് വളരെ ചീപ്പായിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് ബ്രെഡാണ്. വീറ്റ് ബ്രെഡ് ആവാം, പല ബ്രെഡ് ആവാം. വളരെ ചീപ്പായിട്ടുള്ള ഒരു ഫുഡ് എന്ന് പറയുന്നത് ബ്രെഡാണ്. അപ്പോൾ അവർക്ക് ഇൻകം കൂടുന്തോറും അവരുടെ ഡിമാൻഡ് കൂടണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അവർ ഇൻകം കൂടുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു ഗിഫൺ ഗുഡ്സ് അല്ലെങ്കിൽ ഇൻഫീരിയർ ഗുഡ്സ് അവരെന്ത് ചെയ്യാണ്, ഞങ്ങൾ പറഞ്ഞു ഷിഫ്റ്റ് ചെയ്യാണ്. അവർക്ക് ഇത്രത്തോളം സൗകര്യം കൂടുന്നതിനനുസരിച്ച് അവരുടെ ഗുഡ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് പറയണത്, അവർ ചീപ്പായിട്ടുള്ള ബ്രെഡിനെ മാറ്റിയിട്ട് അവിടെ ഏറ്റവും ഹൈ പ്രൈസിൽ വരുന്ന ഫുഡ് ഏതാണോ അതിനെ അവരെന്താണ് ചൂസ് ചെയ്യാണ്. അപ്പോൾ അവിടെ എന്താണ്, ഇൻകം കൂടുമ്പോൾ ഇത്തരം കേസിൽ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇൻകം കൂടുമ്പോൾ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ ഡിമാൻഡ് കുറയാണ്. അപ്പോൾ ഇതിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പും എന്തിൽ കാണിക്കുന്നുണ്ട്, ഇൻകം ഓഫ് എ കൺസ്യൂമറിൻ്റെ കേസിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പും അതുപോലെ തന്നെ സംടൈംസ് നെഗറ്റീവ് റിലേഷൻഷിപ്പും പോസിറ്റീവ് റിലേഷൻഷിപ്പും കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഫാക്ടർ നാച്ചർ ഓഫ് എ കമ്മോഡിറ്റി അല്ലെങ്കിൽ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. ഇവിടെ പറയുന്നത് ഇവിടെ പോസിറ്റീവ് റിലേഷൻഷിപ്പും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് റിലേഷൻഷിപ്പും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് ഓഫ് ഇതിൻ്റെ രണ്ട് രീതിക്ക് സബ്ബായി കണ്ടു വരുന്നുണ്ട്. ഒന്നാമത്തതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. അതെന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു കൺസ്യൂമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഷോപ്പിലോട്ട് പോകുന്ന സമയത്ത് അയാൾ ഉദ്ദേശിച്ച പ്രൊഡക്റ്റിന് ഹൈ ലെവൽ റേറ്റ് ആയിരിക്കും കാണിക്കുക. അപ്പോൾ ഇയാൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ആ ഒരു പ്രൊഡക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു സാമ്യമായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് നോക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ടീയും കോഫിയും വെച്ച് നമുക്ക് ഒന്ന് എക്സാമ്പിൾ എടുക്കാം. അതായത് ടീക്ക് നല്ല റേറ്റ് കൂടുന്ന ടൈമാണ്. അപ്പോൾ ഇയാൾ കടയിൽ പോകുമ്പോൾ ടീക്ക് ഇത്രത്തോളം റേറ്റ് ആണെന്ന് പറയുമ്പോൾ അയാൾ വേഗം അയാൾക്ക് റിലേറ്റീവ് ആയിട്ടുള്ളൊരു ഗുഡ്സ്, ടീയുമായിട്ടൊരു സിമിലർ ആയിട്ടുള്ളൊരു ഗുഡ് എന്ന് പറയുന്നത് കോഫിയാണ്. അപ്പോൾ കോഫീൻ്റെ റേറ്റ് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ടീനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ കോഫീൻ്റെ പ്രൈസ് കുറവാണ്. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. കാരണം ഇവിടെ ടീൻ്റെ പ്രൈസ് കൂടുന്ന സമയത്ത് മറ്റൊരു റിലേറ്റീവ് ആയിട്ടുള്ള ഗുഡിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. അതായത് ഒരു വസ്തുവിൻ്റെ പ്രൈസ് കൂടുന്ന സമയത്ത് ഒരു സിമിലർ ആയിട്ടുള്ള മറ്റൊരു വസ്തുവിൻ്റെ ഡിമാൻഡ് അവിടെ കൂടുന്നു, കൺസ്യൂമേഴ്സ് വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്. ഒരു കമ്മോഡിറ്റീൻ്റെ പ്രൈസ് കൂടുന്ന സമയത്ത് മറ്റൊരു കമ്മോഡിറ്റീൻ്റെ ഡിമാൻഡിൽ ചേഞ്ചസ് വരിക. അപ്പോൾ ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോംപ്ലിമെൻ്ററി ഓഫ് ഗുഡ്സ് ആണ്. ഇവിടെ നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് അവർ കാണിക്കുന്നത്. ഇവിടെ എന്താ പറയണമെന്ന് വെച്ചാൽ, അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയുന്ന സമയത്ത് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയാണ്. അതായത് ഇപ്പോൾ ഈ ഒരു പെന്നിൻ്റെ ഡിമാൻഡ് വളരെ രീതിക്ക് കുറയണ സമയത്ത് അതിൻ്റെ പ്രൈസ് കൂടി നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഇങ്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു ഇങ്കിൻ്റെ ഡിമാൻഡ് അവിടെ കുറയാണ്. അതായത് പാനിൻ്റെ ഡിമാൻഡ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വരുന്ന ആ ഒരു ഇങ്ക് എന്നുള്ളൊരു പ്രൊഡക്റ്റ് അവിടെ ഡിമാൻഡ് കുറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. നാലാമത്തത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് കൺസ്യൂമർ ആണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു കൺസ്യൂമർ സൈക്കോളജിക്കലി അയാൾക്ക് ഇത്രത്തോളം നീഡ്സ് വേണമെന്നുണ്ടാവും. അതായത് അയാൾക്ക് സൈക്കോളജിക്കലി അയാളെ ടേസ്റ്റ് ഫാഷൻ, കുറച്ച് പ്രിഫറൻസ് ഒക്കെ ഓൾറെഡി ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ അയാൾക്ക് എന്ത് പ്രൊഡക്റ്റ് ആണോ ഇഷ്ടം, അതിന് എത്ര റേറ്റ് ആയിക്കോട്ടെ, അത് ഏത് ടൈം ഓഫ് പീരീഡിൽ ഏത് ഹൈ റേറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് ലോ റേറ്റ് ആണെങ്കിലും അയാൾ ആ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യാൻ വില്ലിനെസ് ആണ്. അപ്പോൾ അവിടെ എന്താണ്, പ്രൈസ് കൂടുമ്പോഴും അതിന് ഡിമാൻഡ് കുറയണില്ല, കൂടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ചില പേഴ്സൺസിന് ഇന്ന ബ്രാൻഡ് ആയിരിക്കും ഏറ്റവും, ഒരു ക്ലോത്തിങ് ബ്രാൻഡിൽ ഈ ഒരു ബ്രാൻഡ് ഏറ്റവും കംഫർട്ട് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ പ്രൈസ് എത്ര കൂടിയാലും ഓലത് വാങ്ങാൻ വില്ലിനെസ് ആണ്. അപ്പോൾ അതാണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് കൺസ്യൂമർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയണ
ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് എക്സ്പെക്റ്റേഷൻ. ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. അതായത് സ്വാഭാവികമായിട്ടും ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്, പ്രൈസ് ആയാലും അതിന് ഡിമാൻഡ് ആയാലും അത് ഫ്യൂച്ചറിലോട്ട് സ്വാഭാവികമായിട്ടും അത് മേ ബി ഉയർന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അത് താഴ്ന്നുകൊണ്ടിരിക്കും സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് തന്നെ ഒരു കൺസ്യൂമറിന് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലെ കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. ഹൈ ആണോ ലോ ആണോ എന്നുള്ള ആ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും, ആ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യണ കസ്റ്റമേഴ്സിനെ ഈ ഒരു കാര്യങ്ങളൊക്കെ അഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ആറാമത്തേന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ്. അതായത് ഇന്നത്തെ കാലത്ത് പല കൺസ്യൂമേഴ്സും ഓരോ പ്രൊഡക്റ്റ് പരിചയപ്പെടുന്നത് ത്രൂ അഡ്വർടൈസ്മെൻറ്റ്, പരസ്യങ്ങൾ വഴിയാണ്. ഈ പരസ്യങ്ങളിലൂടെ കാണുന്ന അധിക പ്രൊഡക്ട്സും എന്തുണ്ട് ഇന്നത്തെ കാലത്ത് കൺസ്യൂമേഴ്സ് വാങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അഡ്വർടൈസ്മെൻറ്റ് ഇവിടെ ഓരോ പ്രൊഡക്റ്റ് ബൈ ചെയ്യാൻ പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് 6 ഡിറ്റർമിനൻസ് ആയിട്ട് വരുന്നത്. പിന്നെ കുറച്ച് അതർ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അതിൽ സൈസ് ഓഫ് പോപ്പുലേഷൻ അത് പറയുമ്പോൾ ഇവിടെ നമ്മുടെ പോപ്പുലേഷൻസ്, അതായത് ജനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ കൂടുന്നതിനനുസരിച്ച് എന്താവും, ഓരോ പ്രോഡക്റ്റിനും ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ പേഴ്സൺസ് ഇൻക്രീസ് ചെയ്യുന്ന അതിനനുസരിച്ചിട്ട് ഓരോ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൈസ് ഓഫ് പോപ്പുലേഷൻ, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, അതുപോലെ തന്നെ കോമ്പോസിഷൻ ഓഫ് പോപ്പുലേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഡിറ്റർമിനേഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ലോ ഓഫ് ഡിമാൻഡ്. അപ്പോൾ എന്താണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് അവർ കാണിക്കുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡിമാൻഡ് കുറയും. അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറയുന്ന രീതിക്കാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ലോ ഓഫ് ഡിമാൻഡ്. ഡിമാൻഡിൻ്റെ തിയറി എന്ന് പറയുന്നതാണ്. പ്രൊഡക്റ്റ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, അതുപോലെ തന്നെ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കുറയും. അപ്പോൾ ഈ ഒരു ലോ ഓഫ് ഡിമാൻഡ് ഇവർ എക്സ്പ്രസ് ചെയ്യണത് ഡിമാൻഡ് കർവിലൂടെയും അതുപോലെ തന്നെ ഡിമാൻഡ് ഷെഡ്യൂളിലൂടെയാണ്. നെക്സ്റ്റ് എന്താണ് ഡിമാൻഡ് ഷെഡ്യൂൾ? അപ്പോൾ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഓരോ കമ്മോഡിറ്റിൻ്റെയും പ്രൈസ് പല ടൈം ഓഫ് പീരീഡിൽ ഒന്നെങ്കിൽ അത് ഇൻക്രീസ് ആവുക അല്ലെങ്കിൽ അത് ഡിക്രീസ് ആവുക, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു കമ്മോഡിറ്റി പ്രൈസ് ഇപ്പോൾ ഹൈ ലെവലിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മോഡിറ്റി ഇപ്പം എത്രത്തോളം ക്വാണ്ടിറ്റി അവിടെ സെല്ല് ചെയ്തു പോകും എന്നുള്ളതിനാണ് എന്തെന്ന് പറയുന്നത് ഡിമാൻഡ് ഷെഡ്യൂൾ. എത്രത്തോളം സെല്ല് ചെയ്തു പോകണോ എന്ന് ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിമാൻഡ് ഷെഡ്യൂൾ 2 രീതിക്കുണ്ട്. അതിൽ ഒന്നാമതെന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളാണ്. അപ്പോൾ എന്താണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കമ്മോഡിറ്റിൻ്റെ പ്രൈസ് കൂടി നിൽക്കുന്ന സമയത്ത് ആ ഒരു കമ്മോഡിറ്റി ഈ ഒരു ടൈം പീരീഡിൽ എത്ര കൺസ്യൂമേഴ്സാണ്, എത്രത്തോളം കൺസ്യൂമേഴ്സ് എത്രത്തോളം ക്വാണ്ടിറ്റി ബൈ ചെയ്ത് കൊണ്ടുപോകണു എന്നൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി വെക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിയും എത്രത്തോളം, അതായത് ഒരു കമ്മോഡിറ്റിൻ്റെ പ്രൈസ് ഹൈ ലെവലിൽ നിൽക്കുന്ന സമയത്ത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഈച്ച് പേഴ്സൺസ് എത്രത്തോളം ക്വാണ്ടിറ്റി അത് ബൈ ചെയ്തു പോകണു എന്നതാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ വെളിച്ചെണ്ണ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണക്ക് 1 ലിറ്ററിന് 550 രൂപയാണ് വെക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യും, മേ ബി അത് 500 ലിറ്ററോ അല്ലെങ്കിൽ 1 ലിറ്ററോ ക്വാണ്ടിറ്റി കുറഞ്ഞ രീതിക്ക് വാങ്ങുള്ളൂ. കാരണം ഹൈ ലെവലിലാണ് പ്രൈസ് നിൽക്കുന്നത്. അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങുള്ളൂ. മേ ബി 1 ലിറ്റർ ഒരൊറ്റ കുപ്പി വാങ്ങുള്ളൂ. അപ്പോൾ പ്രൈസ് ഓരോ ടൈം പീരീഡിലും പ്രൈസ് മാറുമ്പോൾ അതിൻ്റെ പ്രൈസ് കൂടുമ്പോൾ കൺസ്യൂമേഴ്സ് എത്രത്തോളം ക്വാണ്ടിറ്റി ബൈ ചെയ്യണോ എന്നുള്ളത് ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നതാണ് എന്ന് പറയുന്നത് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ, ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിമാൻഡ് ഷെഡ്യൂൾ ചെയ്ത് വെച്ച സംഭവങ്ങൾ, അതായത് ഓരോ ടൈം ഓഫ് പീരീഡിൽ ഈ ഒരു പ്രൈസ് വെച്ചുകൊണ്ട് എത്രത്തോളം ക്വാണ്ടിറ്റി വിറ്റുപോയി എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. അതായത് ഇത്ര പ്രൈസിൽ എത്രത്തോളം വിറ്റുപോയി എന്നുള്ളതൊക്കെ ഷോ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്
ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ് എന്ന് പറയുന്ന സംഭവം ക്വാണ്ടിറ്റി ആയിട്ടും വൈ ആയിട്ടുള്ള ആക്സിസ് പ്രൈസും ആയിട്ടാണ് ഈ ഒരു ഡിമാൻഡ് കർവിൽ ഷോൺ ചെയ്യുക. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഡിമാൻഡ് ഷെഡ്യൂളും ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് ഷെഡ്യൂളിൽ ഫസ്റ്റ് ടൈപ്പ് പറഞ്ഞു ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂള്. രണ്ടാമത്തെ ഡിമാൻഡ് ഷെഡ്യൂളാണ് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ പേഴ്സൺസും ഓരോ പ്രൈസ് അനുസരിച്ചുകൊണ്ട് എത്രത്തോളം ക്വാണ്ടിറ്റി വാങ്ങണോ. ഇവിടെ ഒരു മാർക്കറ്റിനെ ആസ്പദമാക്കിയിട്ടാണ്, അതായത് ഈ ഓരോ ഇൻഡിവിജ്വൽസ് ബൈ ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ ഈ ഓരോ ഇൻഡിവിജ്വൽസും മാർക്കറ്റിൽ വന്നിട്ടാണ് ബൈ ചെയ്യുന്നത്. അപ്പോൾ ഈ മാർക്കറ്റിലുള്ള എല്ലാ ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് ആണ്. അപ്പോൾ എല്ലാ ഇൻഡിവിജ്വൽസും എത്രത്തോളം ക്വാണ്ടിറ്റി ബൈ ചെയ്തു എന്നുള്ള ആ ഒരു ഡിമാൻഡാണ് എന്തെന്ന് പറയുന്നത് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലോ ഓഫ് ഡിമാൻഡിൻ്റെ കുറച്ച് ബേസിക് ആയുള്ള അസംഷൻസ് ആണ് പറയുന്നത്. അതിലൊന്നാമത്തത് ഈ കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റിലോ അതുപോലെ തന്നെ അവരുടെ പ്രിഫറൻസിലോ ഒരു ചേഞ്ചും ഉണ്ടാകാൻ പാടില്ല. അവർ ഏത് പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് സെയിം ആസ് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ആയിരിക്കും എപ്പോഴും യൂസ് ചെയ്യാം. രണ്ടാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ഓരോ പേഴ്സൺസിൻ്റെയും ഇൻകം എന്ന് പറയുന്നത് ഷുഡ് റിമെയിൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും, എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിക്കൊണ്ട് തന്നെ നിൽക്കുക. മൂന്നാമതെന്ന് പറയുന്നത് റിലേറ്റഡ് ഗുഡ്സിൻ്റെ, അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ സിമിലർ ആയിട്ടുള്ള റിലേറ്റഡ് ഗുഡിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രൈസിൽ അധികം ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഡിമാൻഡ് ഓഫ് ഒരു കമ്മോഡിറ്റീൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഷുഡ് ബി കണ്ടിന്യൂസ്, എപ്പോഴും അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ചില സമയത്ത് അത് ഡിമാൻഡ് ഇല്ലാത്ത അവസ്ഥ ആവും, ചില സമയത്ത് ഡിമാൻഡ് ആയിക്കൊണ്ടിരിക്കും. അത് പല ടൈമിലും കണ്ടിന്യൂസ് ആയിട്ട് ഡിമാൻഡ് ആവാതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ പറയണത് അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നമുക്ക് ഫ്യൂച്ചറിൽ അത് ഇൻക്രീസ് ആവോ ഡിക്രീസ് ആവോ ഒരിക്കലും എക്സ്പെക്റ്റേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഒരു അസംഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര മതി. ബാക്കിയുള്ള ക്ലാസ് നമുക്ക് നാളെ എടുക്കാം കേട്ടോ.